ഇസ്രായേലും ഇറാനും രണ്ടാം ദിവസത്തേക്ക് കൂടി ഈ അക്രമങ്ങളുടെ പരമ്പര നീട്ടിക്കൊണ്ടുപോകുമ്പം പശ്ചിമേഷ്യ ശരിക്കും നിന്ന് കത്തുകയാണ് ചെയ്യുന്നത്. അതിലേറെക്കുറെ പറയപ്പെടുന്ന ഒരു വാർത്തയിൽ ഹൈലൈറ്റായിട്ട് പറയുന്നത് തമ്മിലുള്ള സംഘർഷം കൊണ്ട് ഇറാനിലും ഇസ്രായേലിലും വളരെ കൂടുതലായിട്ടുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അയോൺ ഡോൺ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അത്രമേൽ സുരക്ഷ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആദ്യമായി ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ ഒരു അപകടമാണ് ഇസ്രായേലിൻ്റെ ആ ഒരു മിസൈൽ ആക്രമണം. ബാലിസ്റ്റിക് മിസൈലിൻ്റെ ആക്രമണം ചെറുതല്ല എന്നുള്ളത് ഇറാൻ IDF ധരിച്ചുകൊണ്ടുള്ള വാർത്തയും നമുക്ക് മുമ്പിൽ വരുന്നുണ്ട്. അൽ ജസീറ ചാനലിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ തയ്യാറായിരിക്കുകയാണ് പല രാജ്യങ്ങളും. അതിൽ ഒന്നാമത്തത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മറ്റ് കൺട്രികളാണ്. കൂടുതൽ അത് എത്രത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വില പോകും എന്നുള്ളത് അറിയില്ല. എങ്കിൽ പോലും കൃത്യമായ ഒരു തിരിച്ചടിക്ക് ഇറാൻ ഇനിയും മുന്നോട്ട് വരികയാണ് എന്നുള്ളൊരു സൂചന ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ വീണ്ടും പിടിച്ചിട്ടതായും വെടിവെച്ചിട്ടതായിട്ടും സൈന്യം അവകാശപ്പെടുന്നുണ്ട്. അൽ ജസീറ ചാനലാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനെതിരെ തിരിയുന്നുണ്ടെങ്കിൽ പോലും അത് അത്രമേൽ സംഘർഷഭരിതമാകുന്ന രൂപത്തിലല്ല തിരിയുന്നത്. നയതന്ത്രപരമായിട്ട് വാക്കാലാണ് ഈ കാര്യങ്ങളൊക്കെ പറയാൻ ജോർദാൻ ഉൾപ്പെടെ ഈജിപ്ത്, ജോർദാൻ, അതുപോലെ ബന്ധപ്പെട്ട സൗദി അറേബ്യ ഉള്ള രാജ്യങ്ങളൊക്കെ അവിടുത്തെ ഭരണാധിപന്മാർ ഇസ്രായേലുമായിട്ട് അകലാനും അതുപോലെ ഇറാനുമായിട്ട് സംയമനം പാലിച്ച് മുന്നോട്ട് പോകാനൊക്കെ ആഗ്രഹിക്കുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. എങ്കിലും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വലിയ ഒരു യുദ്ധമുഖത്തേക്ക് പോകുമ്പം ടെൽ അവീവ് വളരെ കൂടുതൽ കത്തി അമരുന്ന രംഗമാണ് കാണുന്നത്. 24 അവേഴ്സും സൈറണുകൾ മുഴുങ്ങുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒച്ചപ്പാടുകൾ മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ മുമ്പിലുള്ളത് എന്നുള്ളത് ലോകങ്ങൾ കാത്തു കാണുകയാണ്. അതിൻ്റെ വീഡിയോസ് ഉൾപ്പെടെ അൽ ജസീറ ചാനൽ പങ്കുവച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച മുതൽ ശനിയാഴ്ച വൈകിയോളം ഈ ഇസ്രായേലി അക്രമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നടക്കുമ്പോൾ ഇസ്രായേലിൽ ഇറാനുമായുള്ള സൈനിക സംഘർഷം ട്രംപിനെ ഏറെ ആശങ്കപ്പെടുത്തി എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചതി നിർമ്മിച്ചെടുക്കുക എന്നതാണോ മറ്റോ എന്നതല്ല അറിയില്ല. പക്ഷേ ഇസ്രായേലിനെ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യുക, ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. ലോകത്തുള്ള ഏത് രാജ്യത്തെ അപേക്ഷിച്ചും ഇസ്രായേൽ ഞങ്ങൾ അത്യാവശ്യമായിട്ടുള്ളൊരു രാജ്യമാണ്. അതിൻ്റെ ഏതറ്റം വരെയും സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക തയ്യാറാണെന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. എങ്കിലും ട്രംപ് ഇറാനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ട്രംപ് ആവശ്യപ്പെടുന്നത് ഒരു കരാറിൽ ഒപ്പിടാത്ത സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ നേരിട്ട് ഇടപെട്ടേക്കാം എന്നുള്ള ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. ഇസ്രായേലിന് അത് പിന്തുണയായും ഇറാനതൊരു ഭീഷണിയായിട്ടുമാണ് ഇപ്പോൾ പറഞ്ഞു വച്ചിട്ടുള്ളത്. ട്രംപ് ഒരു കരാറിന് സമ്മർദ്ദം ചെലുത്തുമ്പോൾ US-ഉമായിട്ടുള്ള അനവർ കരാറിന് യാതൊരുവിധ പിന്തുണയും അവിടുത്തെ അയാത്തുള്ള ഖമേനി അടക്കമുള്ള അതുപോലെ ഇപ്പം വന്നിട്ടുള്ള പുതിയ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് മുഖം തിരിഞ്ഞ സമീപനമാണ് കാണിക്കുന്നത്. അതും ഈ ട്രംപിനെ സഹിക്കാവുന്നതിലും അപ്പുറമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുക്കം ഇതൊരു 1-2 ദിവസത്തിൽ നിൽക്കാൻ കഴിയാത്ത ഒരുപാട് ദിവസങ്ങളിലേക്ക് നീണ്ടുപോകുന്ന ഒരു പരമ്പരയായിട്ടാണ് ഈ ലോകരാജ്യങ്ങളൊക്കെ വിലയിരുത്തപ്പെടുന്നത്. അതിൻ്റെ അലയൊലികളൊക്കെ കൃത്യമായി എണ്ണിത്തിട്ടപ്പെട്ട് പറയാൻ പറ്റുന്ന രൂപത്തിലാണ് ട്രംപിനെ ബഹിഷ്കരിക്കുന്നു. അതേപോലെ ഇസ്രായേലിൻ്റെ വലിയ ഒരു പോർമുഖങ്ങളൊക്കെ തകർത്ത് കളഞ്ഞു. അതോടൊപ്പം തന്നെ ടെൽ അവീവിലും അതുപോലെ അവരുടെ ബെൻഗുരിയൻ എന്ന് പറയുന്ന വിമാനത്താവളത്തിലുമൊക്കെ വലിയ സ്ഫോടനങ്ങൾ നടത്തി സ്ഫോടന പരമ്പരകൾ തീർത്ത് ഇസ്രായേലിനെ ചുട്ട് ചാമ്പലാക്കാൻ പാകത്തിലുള്ള സ്ഫോടന പരമ്പരകൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അയോൺ ഡോമുകൾ വർക്ക് ചെയ്യാതെ എല്ലാം പരാജയപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. അതിനിടയ്ക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനോടും അതുപോലെ അതേ അർത്ഥത്തിൽ ഇസ്രായേലിനോട് പറയുന്നു ഇത് ഒരു തീക്കളിയാണ്, ലോകത്ത് 3-ാം ലോക മഹായുദ്ധം സംജാതമാകാനുള്ള ഒരു വഴിയെ ആണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, രണ്ടുപേരും പിന്മാറണം എന്ന് ലോക രാഷ്ട്രങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഇറാൻ്റെ ഒരു സമീപനമാണ് ഏറ്റവും പ്രധാനമായി വരുന്നത്. നേരത്തെ ഗസയിലെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയും ഭാഗത്ത് നമ്മൾ സംസാരിക്കുമ്പം ഇസ്രായേലായിരുന്നു ഒരുപടി മുന്നിൽ. പക്ഷേ ഇസ്രായേലും ഇറാനും നമ്മൾ സംസാരിക്കുമ്പം ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കേണ്ടത് അതല്ലെങ്കിൽ ഒരു തീരുമാനമായി എടുത്തു പറയേണ്ടത് ഇറാനാണ്. ഇറാൻ ഇപ്പോൾ പറയുന്നത് തുടങ്ങി വെച്ച കാര്യത്തിൽ പൂർത്തീകരണം നടക്കുക എന്നതാണ്.
ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്ക് വിലപ്പെട്ട ആളുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചതിയന്മാരായിട്ടുള്ള ജൂത സമൂഹത്തെ ഞങ്ങൾ എപ്പോഴും വെറുക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ അടുത്തായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങളുടെ രാജ്യത്തുണ്ടാക്കിയിട്ടുണ്ട്. അതിനെല്ലാം മറുപടി കൊടുത്തിട്ട് ഞങ്ങൾ അടങ്ങുകയുള്ളൂ. ഒന്നുകിൽ അവർ മാപ്പ് പറയുക, അല്ല എങ്കിൽ ഈ ഒരു പരമ്പരയായിട്ട് മുന്നോട്ട് പോവുക. ഇത് നെതന്യാഹു തുടങ്ങി വെച്ച യുദ്ധമാണ്. ഞങ്ങൾ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. പ്രതിരോധം തെറ്റല്ല, അതൊരു കുറ്റമല്ല. രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ മുകളിൽ കാണിക്കുന്ന ഏത് ചെറുത്തുനിൽപ്പിനെയും അങ്ങേയറ്റം നഖശികാന്തം എതിർത്ത് തോൽപ്പിക്കുക എന്നത്, ഇറാനിയൻ ജനതയോടുള്ള കൂറ് കാണിക്കുക എന്നത് ആ സർക്കാരിനുള്ള ബാധ്യതയാണെന്നുള്ളതാണ് അയാത്തുള്ള ഖാംനി അടക്കമുള്ള ആളുകൾ ലോകത്തിനു മുമ്പിൽ പറഞ്ഞു വെക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ട്രംപിനെയോ അല്ലെങ്കിൽ നെതന്യാഹുവിനെയോ അല്ലെങ്കിൽ സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ ഭരണാധിപന്മാരെയോ മാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലല്ല ഇറാൻ മുന്നോട്ട് പോകുന്നത്. ഇതിൽ തന്നെ ഇറാൻ്റെ ഒരു വലിയ സ്ഫോടനങ്ങൾ നടന്നപ്പം അതിലെ ഒരു ആണവ നിലയത്തിൻ്റെ സമീപനം, അതുപോലെ സമീപത്ത് സ്ഫോടനം നടത്തുകയുണ്ടായി ഇസ്രായേലിൽ. അതുപോലെ തന്നെ ബെൻഗുരിയൻ വിമാനത്താവളത്തിൽ സ്ഫോടനമുണ്ടായി. അപ്പാർട്ട്മെൻറ്റിൻ്റെ സമുച്ചയമായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന 10,000-ലധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഫലസ്തീനിൻ്റെ ഭാഗങ്ങൾ, ജെറുസലേമിൻ്റെ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്തി. ഇതെല്ലാം എടുത്തു പറയുന്നത് ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ കൃത്യമായി ഇതിനെല്ലാം വില കൽപ്പിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി തിരിച്ചടിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ രൂപത്തിൽ അങ്ങോട്ടും ഞങ്ങൾ അടിക്കാൻ തയ്യാറായ പാകത്തിലാണ്. അയൺ ഡോം സിസ്റ്റം ഞങ്ങൾക്കുമുണ്ട്. അത് നിങ്ങൾ ലൈവായി കണ്ടതാണെന്നുള്ള ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ തന്നെയാണൊന്ന് പതറിയിട്ടുള്ളത് ഇസ്രായേൽ, അതുപോലെ തന്നെ പാശ്ചാത്യ രാഷ്ട്രങ്ങൾ. മുന്നേ ട്രംപ് അടക്കമുള്ളവർ നേരത്തെ പറഞ്ഞു വെച്ചതോ പരിചയപ്പെട്ടതോ ആയ ഇറാനല്ല ഇപ്പം നിലവിലുള്ളത്. രാത്രി അയക്കപ്പെട്ട ഓരോ മിസൈലുകളും ഓരോ ഡ്രോണുകളും ആകാശത്ത് വെച്ച് തന്നെ തകർക്കപ്പെടുന്ന ഒരു വലിയ ലൈവായിട്ടുള്ള സാറ്റലൈറ്റ് വീഡിയോസുകളൊക്കെ ലോകത്തെമ്പാടും പരസ്യമായിരിക്കെയാണ് ആ ഒരു ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് വലിയൊരു അപാകത ഉണ്ട് എന്ന് ലോകം പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഇതിലാണ് ഇസ്രായേലിന് ഒരു അമളി പറ്റിയിട്ടുണ്ട് എന്നുള്ളതും ഇനി ആ ഇസ്രായേൽ തന്നെയാണ് ഇതിൻ്റെ ഒരു അവസാനിപ്പിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത് മുന്നോട്ട് വരേണ്ടതുമെന്നുള്ള ഒരു ചർച്ചയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിനിടെയാണ് ലോകത്തിൻ്റെ ഏതോ ഒരു കോണിലേക്ക് നെതന്യാഹു ഒളിച്ചോട്ടം നടത്തിയിട്ടുള്ളത്. ടണലിലാണെന്നും അല്ല ബങ്കറിലാണെന്നും അതല്ല സ്പെയിനിലാണെന്നൊക്കെ പറയപ്പെടുന്ന വ്യക്തതയില്ലാത്ത വാർത്തകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ രണ്ട് രാജ്യത്തിനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അൽ ജസീറ ചാനലിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഏതായിരുന്നാലും പുതിയ അപ്ഡേഷനുകൾ വരുമ്പോൾ പുതിയ സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്കൊക്കെ ആഗ്രഹിക്കാം. എന്താണെങ്കിലും ലോകത്ത് ഇതുവരെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓരോ കാലഘട്ടത്തിലും വലിയ രൂപത്തിലുള്ള നാശനഷ്ടങ്ങൾ മനുഷ്യകുലത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നല്ലാതെ വലിയൊരു വിജയമോ അല്ലെങ്കിൽ അതത്ര തന്നെ പരാജയമോ ഉണ്ടായിട്ടില്ല. എല്ലാ രാജ്യത്തിനും അതിൻ്റെ കെടുതികൾ സഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിൽ തന്നെ ഒന്നാമതായിട്ട് ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിക്കഴിഞ്ഞു. അതുപോലെ സ്വർണ്ണത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട മറ്റനേകം വസ്തുതകളിലേക്ക് ഈ വിലക്കയറ്റം ഓരോ രാജ്യവും ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ്. അയാത്തുള്ള ഖാംനി അടക്കമുള്ളവർ പറഞ്ഞു വെക്കുന്ന രൂപം നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഒരു ധ്രുവീകരണം വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത് ചൈന, രണ്ടാമത് റഷ്യ, മൂന്നാമത് ഇറാൻ. അതിനോട് അനുബന്ധമായിട്ട് ഉത്തര കൊറിയയുമായി ഒരു കൊറിയയുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പറഞ്ഞ് കാര്യങ്ങളൊക്കെ വ്യക്തതയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ യുദ്ധം ഇനിയും നീണ്ട ദിവസങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഓരോ കോണുകളിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്.